അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പല മുന്നൊരുക്കങ്ങളും തന്ത്രങ്ങളും ബിജെപി പരീക്ഷിക്കുന്നുമുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ദേശീയ തലത്തിൽ തന്നെ ബിജെപി നേതാക്കൾ അതീവ ശ്രദ്ധയോടെയാണ് കാണുന്നത്. നോക്കാം എന്തൊക്കെയാണ് ബിജെപി സ്വീകരിച്ചിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ. ഞാൻ ഗ്രീഷ്മ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദേശീയ തലത്തിൽ തന്നെ കാര്യഗൗരവം വർദ്ധിപ്പിക്കുന്നതിനായി ബിജെപി ദേശീയ അധ്യക്ഷൻ പുതിയ നേതൃത്വ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെയെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഭാരിയായി നിയമിക്കുകയും കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയെ സഹപ്രഭാരിയായി നിയോഗിക്കുകയും ചെയ്തു. ഈ തീരുമാനമാണ് നിതിൻ നബീൻ പാർട്ടിയുടെ പുതിയ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റതിനു ശേഷം നടത്തിയ ആദ്യത്തെ പ്രധാന സംഘടനാ നീക്കം. 62 വയസ്സുള്ള വിനോദ് താവഡെയെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അനുഭവസമ്പന്നനായ നേതാവാണ്. ശോഭ കരന്തലജയെ കർണാടകയിൽ നിന്നുള്ള പ്രബല രാഷ്ട്രീയ പ്രവർത്തകയുമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും നേതൃപരിശീലനത്തിന്റെയും സമഗ്ര പരിചയമുള്ള ഇരുവരും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങളിൽ നിർണായക പങ്കുവഹിക്കും എന്നുള്ളത് പാർട്ടിക്കുള്ള പ്രതീക്ഷയാണ്. ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനായി നിതിൻ നബീനെ ചുമതലയേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യ ലക്ഷ്യം പ്രധാന രാഷ്ട്രീയ നിലപാടുകളിലേക്ക് പാർട്ടിയെ ശക്തമായി കൊണ്ടുപോകുക എന്നതാണ്. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കേരളത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ മണ്ഡലവും ഒരു കോർപ്പറേഷനും നേടാൻ കഴിഞ്ഞത് ഒരു സൂചനയാണെന്ന് സ്ഥാനമൊഴിഞ്ഞ JP നദ്ദ പറഞ്ഞിരുന്നു. കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻകൂർ ഒരുക്കമായി പാർട്ടിയുടെ സംഘടനാ ഘടനയെ ശക്തിപ്പെടുത്തുകയും പ്രവർത്തനപരമായി കൂടുതൽ സജ്ജമാക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന കടമകളിൽ ഒന്നാണ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഭരണത്തെ തുടർച്ചയായി നിലനിർത്തും എന്നായിരുന്നു ഭൂരിഭാഗം എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. എന്നാൽ നിതിൻ നബീന്റെ ദിശാനിർദ്ദേശങ്ങളോടെയാണ് ബിജെപി ആ സംസ്ഥാനത്ത് 90 സീറ്റിൽ 54 സീറ്റുകൾ നേടുകയും ഭരണം പിടിക്കുകയും ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിൽ റോഡ് ഷോ ഉൾപ്പെടുത്തുന്നത് പുതിയ ദേശീയ അധ്യക്ഷനായ നിതിൻ നബീന്റെ നിർദ്ദേശപ്രകാരമാണ്. ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ ബിജെപിയുടെ 12ാം ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ കേരളത്തെ ലക്ഷ്യം വെച്ച് സജീവമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബീഹാറിനപ്പുറം തന്റെ പേര് വലിയ സുപരിചിതമല്ലെങ്കിലും രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലും രൂപകൽപ്പന ചെയ്യുന്നതിലും ഈ 45 വയസ്സുകാരന്റെ കഴിവ് പല ഘട്ടങ്ങളിലും പ്രകടമായി. അത് അദ്ദേഹത്തെ നിർണായക സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി യോഗത്തിൽ പ്രസംഗിക്കുന്നത് മാത്രം പോരാ, റോഡ് ഷോയും വേണമെന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശമായിരുന്നു. ഈ തീരുമാനപ്രകാരം നേരത്തെ അജണ്ടയിൽ ഇല്ലാതിരുന്ന റോഡ് ഷോയും തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടത്തെ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ മേയർ VV രാജേഷിന് കൈമാറി പ്രകാശനം നടത്തുകയും അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടുകയും ചെയ്യും. തെക്കൻ ജില്ലകളിൽ നിന്ന് ഏകദേശം 25,000 പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. പരിപാടിയുടെ മുഖ്യ മുദ്രാവാക്യം വികസനം, സുരക്ഷ, വിശ്വാസ സംരക്ഷണം എന്നതാണ്. പാരമ്പര്യ സങ്കല്പങ്ങൾക്കും പ്രായത്തിന്റെ പരിഗണനയ്ക്കും പകരം നിതിൻ നബീൻ പ്രവർത്തനക്ഷമതയുടെ മേന്മയെ അംഗീകാരം നൽകുന്ന മാനദണ്ഡമാക്കി മാറ്റിയിരിക്കുന്നു. കൂടാതെ പാർട്ടിയിൽ 2ാം തലമുറയുടെ നേതൃഗുണങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന നിതിൻ നബീനെ കാത്തിരിക്കുന്നത് ബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നീ പ്രധാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അവിടങ്ങളിൽ വിജയം നേടി പാർട്ടിയുടെ നില ശക്തമാക്കുകയാണ് പ്രധാന വെല്ലുവിളി. അതേസമയം കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ ബിജെപിയുടെ മികവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുകഴ്ത്തിയിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ബിജെപിക്ക് അവസരം നൽകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ബിജെപിയുടെ ഭരണ മികവാണ് ഈ വിജയം സാധ്യമാക്കിയത്. ഡൽഹിയിൽ ബിജെപി ആസ്ഥാനത്ത് പുതിയ ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മോദി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നുഴഞ്ഞ കയറ്റക്കാരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ കുടുംബ രാഷ്ട്രീയ മാതൃക, ഇടതുപക്ഷ മാതൃക, പ്രാദേശിക പാർട്ടികളുടെ മാതൃക, അസ്ഥിരമായ സർക്കാരുകളുടെ കാലം. എന്നാൽ ഇന്ന് രാജ്യം ബിജെപിയുടെ സ്ഥിരത, സദ്ഭരണം, വികസനം എന്നിവയുടെ മാതൃകയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു. അധികാരം സുഖത്തിനുള്ള മാർഗമായല്ല ബിജെപി കാണുന്നതെന്നും
ജനസേവനത്തിനാണ് മുൻഗണനയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതിനാൽ ജനങ്ങൾക്ക് BJPയിലുള്ള വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തത് ജനങ്ങൾക്ക് BJPയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മണിക്കൂറുകൾക്കകം നിതിൻ നബീൻ കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കിയിരുന്നു.